എന്താ നീ ഇവിടെ അറിയുമോ? അനിയ, നീയെങ്കിലും ഒന്ന് പറയനിയ എന്നെ അറിയുമെന്ന്. ഇത് നിന്റെ ചേട്ടത്തിയമ്മ പിള്ളേരുമാണെന്ന് നീയെങ്കിലും ഒന്ന് പറയനിയാ. എടാ, നിന്നോടാ ചോദിച്ചത് ഇവിടെ അറിയുമോന്ന്? ഇവരെ ഞാൻ അറിയും, ഞാൻ അറിയും. ഇങ്ങനെ കുട്ടികളെ കൊണ്ട് വലിയ വലിയ വീടുകളിൽ പോയി ബേളം ഉണ്ടാക്കുന്ന ഇവരെ പണി. ഇതിനു മുമ്പ് ഇങ്ങനെ പല സ്ഥലത്ത് വെച്ച് ഇവരെ കണ്ടിട്ടുണ്ട്. ഇതുവരെ സ്ഥിരം പരിപാടിയാ. കാശെന്ന പ്രശ്നം. ഇതൊക്കെ കൈയോടെ പോലീസിൽ എത്തിക്കേണ്ട കാര്യങ്ങളാ. അയ്യോ അല്ലേട്ടാ, ഇതിനൊക്കെ എന്തിനാ പോലീസ്? ഇത് നാളെ ഏർപ്പാടല്ലേടാ. പോലീസ് അറിഞ്ഞ അതിനെക്കാട്ടി മാനക്കടല്ലയോ? ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടേക്കാം. പൊക്കാം, എവിടെയെങ്കിലും പൊക്കാം. ഇല്ലടാ മഹാപാപികളെ, ഞാൻ പോവില്ല. ഇവിടുന്ന് ഞാൻ ഒരിടത്തും പോവില്ല. പള്ളത്തൊക്കെ പോയി കുട്ടികളെ ഉണ്ടാക്കിച്ച് ഇങ്ങനെയാണോ പോറ്റാൻ കൊണ്ടിരുന്നത്? പോറ്റാൻ കഴിവില്ലേ? കുളത്തിലെ കണ്ടിലോണ്ടറി പോ. അറിയാടാ, ഇപ്പൊ തന്നെ അറിയാടാ. നോക്കിക്കോ, ഇവിടുത്തെ കണ്ടി തന്നെ അറിയാം. നിങ്ങളുടെ അച്ഛനെ നിങ്ങളെ വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിനാ? നടക്ക്. ഇവിടെ വരാൻ എന്താ ഈ കാണിക്കുന്ന കൊച്ചമ്മണി? നീ എന്റെ ഭാര്യയല്ലേ? ഇത് നമ്മുടെ പിള്ളേരല്ലേ? ഞാൻ ഈ അഭിനയിച്ചൊക്കെ നിങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ? ഇനി എനിക്കൊന്നുമില്ല, ആരറിഞ്ഞാലും എനിക്കൊന്നുമില്ല. അച്ഛൻ എനിക്ക് മാപ്പ് തരണം. എനിക്ക് എന്റെ ഭാര്യയ്ക്കും പിള്ളേർക്കൊക്കെ അച്ഛൻ മാപ്പ് തരണം. ഞാൻ നിങ്ങളൊക്കെ ചതിക്കുകയായിരുന്നു. എനിക്ക് മാപ്പ് തന്നു പറ. നിനക്ക് മാപ്പ് പറഞ്ഞ പട്ടി നീ എന്താണോ വിചാരിച്ചത്? ഞാൻ ഈ നാടകം കളിച്ചത് മുഴുവൻ നിന്നെ കുറിച്ച് പറയിക്കാനാ. നിനക്ക് മാപ്പ് പറയടാ. ആരുടെ കൈ തരാതെ ഇങ്ങനെ പിടിച്ചത്? ഇന്ന് വരെ ആ കൈ തരാൻ ഒരുത്തരം ധൈര്യപ്പെട്ടിട്ടില്ല. പറയാ മാപ്പ്. അച്ഛന്റെ കാലിൽ മാപ്പുള്ള പട്ടി. അങ്ങനെ മാപ്പ് പറയേണ്ട തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അച്ഛൻ ഇങ്ങനെ തല്ലിച്ചതയ്ക്കാൻ ടോമേട്ടൻ 2 മഹാഭാവമാണ് ചെയ്തത്. ഒരു കല്യാണം കഴിച്ചു പോയതോ, 2 കുട്ടികൾ ഉണ്ടായി പോയതോ, അതൊരു വലിയ തെറ്റായിട്ട് വലിയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ കൊന്നോ. എന്നാലും അച്ഛന് കൂട്ടു നിൽക്കാൻ എനിക്ക് വയ്യ. അച്ഛൻ എന്തിനാ അച്ഛന് ഞങ്ങൾ പറയച്ച? ഞങ്ങളെ എന്തിനാ ഇങ്ങനെ വളർത്തണത്? അച്ഛന്റെ തല്ലുകൊള്ളാനോ, അതോ അച്ഛന് വേണ്ടി പോയി തല്ലുണ്ടാക്കാനോ? അപ്പൊ അച്ഛന് വേണ്ടത് മക്കളെയല്ല, ഗുണ്ടകളെയാ. കൊല്ലാനും ചാവാനും മടിയില്ലാത്ത തെരുവ് ഗുണ്ടകളെ. നോക്കി കഥ പിടിച്ച് പുറത്തിറക്കണ ഈ തന്തയ്ക്ക് എനിക്കത് വിളയാടി മക്കളെ. ഈ 500 ഇനി 2 മക്കളില്ല. ഞാൻ തെത്താനെന്റെ പട്ടണ ഒഴുകുന്നത് കാണരുത്. അങ്ങനെ 500 കുടുംബം തകർന്നു. ഇനി അയാളെ കൂടി ഇല്ലാതെയാക്കണം.
അതിനും അയാളുടെ മക്കൾ തന്നെ മതി. പൊട്ടത്തിനെ കിടക്കം പൊട്ടത്തെ. മാലു, ഇറങ്ങി വാ മാലു. ഞാൻ സത്യം ചെയ്ത് തന്നതുപോലെ എന്റെ അച്ഛനെയും ചേട്ടന്മാരെയും വീടും ഒക്കെ ഉപേക്ഷിക്കാൻ വന്നിരിക്കുക. ഇനി എന്നോട് സത്യം ചെയ്തതുപോലെ നീ ഇറങ്ങി വാ. ആരത്? ആ 500 മോൻ രാമഭദ്രൻ. കയറി പൊടിയകത്ത്. എനിക്ക് കയറി പോകാൻ. ഇതിനകത്ത് എങ്ങനെ നീ കാലുകുത്തിയാണല്ലോ, പിന്നെ നേരെ ഇവിടെ പോവില്ല. കാലുകുത്തി പോയില്ലേ, ഇനി എനിക്കും നേരെ ചവേ പോണമെന്നില്ല. എടാ, നിന്റെ അച്ഛന്റെ ചട്ടമ്പത്തിനെ കൊണ്ട് ഇങ്ങോട്ട് വരരുത്. വേണ്ടടാ, നിങ്ങൾ ആരും ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം. അവൻ എന്താ വേണ്ടത് എന്നോട് ചോദിക്കട്ടെ. വാ മോളെ. എടാ, നീ എന്ത് വിചാരിച്ചിട്ടാ വന്ന് നിൽക്കണത്? നീ വിളിച്ച എന്റെ മോളെ ഇറങ്ങി വരുന്നു വിചാരിച്ചോ? എന്നൊന്ന് വിളിച്ചു നോക്കടാ, ഇറങ്ങി വരുമോന്ന്. വിളിച്ചാൽ അവള് വരും, ഞാൻ കൊണ്ടുപോവുകയും ചെയ്യും. എന്നാ കൊണ്ടുപോടാ, വിളിച്ചോണ്ട് പോ. പറ മോളെ, ഞാൻ പറഞ്ഞിട്ടൊക്കെ ചെയ്തെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊണ്ടറി. ഇറങ്ങി വാ മാലു, ഇവരൊന്നും ഒരു ചുക്കും ചെയ്യൂല. നീ വന്നാ ഞാൻ കൊണ്ടുപോകും. മാലു, ഞാനാ പറയുന്നത്, ഇറങ്ങി വരാൻ. മാലു, ഇറങ്ങി വരാൻ. മോളെ, മോളെ. മാലു! എന്താ കാണിക്കുന്നത്? ഇങ്ങോട്ട് കൊച്ചേട്ടാ, ഞാൻ അഞ്ഞൂറാന്റെ കുടുംബത്തിൽ ആരെങ്കിലും തൊട്ടാൽ ഞാൻ വരുവടാ, ഇനിയും വരുവടാ. അവളെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ഞാൻ വന്ന് കൊണ്ടുപോകണോ? തൃപ്തിയായല്ലോ, അമ്മയ്ക്ക് മക്കൾക്കൊപ്പം തൃപ്തിയായല്ലോ. ഇനി നീ പോകുമോ? രാമഭദ്രൻ വന്ന് വിളിച്ച ഞാൻ ഇറങ്ങി പോകും. ചേട്ടാ, അവള് മര്യാദ പിടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇങ്ങോട്ട് മാറിക്കേ. ഇങ്ങോട്ട് മാറല്ലേ പറഞ്ഞു. ഇങ്ങോട്ട് മാറി. ഹലോ, നീ അകത്തോ? മാറാല്ലേ അവളെ തല്ലി തുറക്കാനോ? മാറാൻ പറയാനോട് മാറാം. തൊട്ടുപോലെ തന്നെ നിങ്ങൾക്ക് തണ്ടു നടി ഉണ്ടെങ്കിൽ അടക്കി നിർത്തണ ഒതുക്കി നിർത്തണ ഇവളെയല്ല, ഈ അമ്മയാണ്. ഈ അമ്മ ഒറ്റ ഒരുത്തിയതിനൊക്കെ കാരണക്കാരി. നീ അകത്തേക്കല്ലേ? ഓമനെ, നീ ഇങ്ങനെ വിളിച്ചോണ്ട് പോ. എടീ, നീ അവളെ കൂടെ അകത്ത് പോ. വീരൻ നിങ്ങളെ തടഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഇനിയിപ്പോ അവളെ തല്ലിച്ചതച്ചിട്ടോ പേടിപ്പിച്ചിട്ടോ എന്താ പ്രയോജനം? കഴിയുന്നതും വേഗം സ്നേഹം ഭാവിച്ച് അവളെ നിങ്ങളുടെ വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. മതിയുടെ ഉപദേശം ഈ കോളത്തിലാക്കില്ലതാ. ഇനി എന്റെ നേരെ ചാടിക്കോ. തന്റെ ഈ ഒടുക്കത്തെ കുരുട്ടുബുദ്ധിയായി കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. എന്റെ ബുദ്ധി ഉപദേശമൊന്നും അല്ല കുഴപ്പമുണ്ടാക്കിയത്. കുഴപ്പമുണ്ടാക്കിയത് നിങ്ങളൊക്കെ തന്നെയാ. അവിടെ ഒരു പെണ്ണ് വേണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ഇവിടുത്തെ പെണ്ണായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മതിയടോ, മതി. നടന്നതൊക്കെ നടന്നു.
ഇനി എന്താ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. താൻ എത്രയും പെട്ടെന്ന് അവൾക്കൊരു ചെറുക്കനെ കണ്ടുപിടിച്ചു തരണം. കൂടിയ 15 ദിവസം. അതിനുള്ളിൽ എനിക്ക് അവളെ കല്യാണം നടത്തണം. 15 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ചെറുക്കനെ ഞാൻ എവിടെ നിന്ന് പിടിച്ചോണ്ട് വരാനാ? എവിടുന്ന് പിടിച്ചോണ്ട് വന്നാലും തിരക്കില്ല. ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ചേരണ ഒരുത്തനായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിന് മടിച്ചെറുപ്പിൽ ഞാൻ ചെറുക്കന്മാരെ കൊണ്ട് എടുക്കണോ? പറയുമ്പോ എടുത്താൽ കൊണ്ട് നിർത്താൻ. എന്നാ തന്റെ മടിത്തെറുപ്പിലുള്ള ചെറുക്കൻ തന്നെ മതിയെന്ന് അങ്ങോട്ട് വെച്ചാലോ? തന്റെ മോനില്ലേ ആ ബാലകൃഷ്ണൻ ഡോക്ടർ, അയാളായാലും എന്താ കുഴപ്പം? അതെ, എന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ? ആ ചെറുക്കൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞല്ലേ പോയിരിക്കണത്. അവൻ എന്നെയോ മോനെയോ ഒന്നും ചെയ്യില്ല. നിങ്ങളെന്നല്ല, അവൻ ഇനി ആരെയും ഒന്നും ചെയ്യില്ല. അതിന് വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. നീ ഒരു ചുക്കും പേടിക്കണ്ട. അവളെ ഇറക്കിക്കൊണ്ടുവരല്ലേ വേണ്ടു. സമയാവട്ടെ. നമ്മൾ തമ്മിൽ പഴയ ഒരു കണക്കുണ്ടല്ലോ ശനി, അത് തീർക്കണ്ടേ? അതൊക്കെ ഇപ്പഴാ വന്ന് ചോദിക്കണേ. സമയം നീ കൊടുക്കണേ. ബാലരാമേട്ടാ, നിങ്ങളുടെ അനിയന്മാരെ കടപ്പുറത്തിട്ട് പട്ടിയെ തള്ളണോടെ തള്ളു. വേഗം ചെന്നില്ലേ അവന്മാരെ കൊന്ന് കടലിലെറിയും. എന്ത് വിചാരിച്ചടാ 500 മക്കളെ കൈവച്ചത്? അയ്യോ, എന്നെ കൊല്ലല്ലേ. ഞാൻ പറയാം. ആരും പറയില്ല, അച്ഛൻ പറഞ്ഞിട്ട. എന്റെ അനുജന്മാരെ തല്ലിക്കുമല്ലേ? ഞങ്ങൾ ചേട്ടാനിന്മാരെ പലതും ഉണ്ടാവും. അത് കണ്ടിട്ടായിരിക്കും. ഇനി എന്റെ അനുജന്മാരുടെ ദേഹത്തെ ഞാൻ ഒരു തരി മണ്ണ് നോക്കിയിട്ടുണ്ടല്ലോ തള്ളേ, ഈ നിൽക്കുന്നവന്മാരുടെ കാര്യത്തിന് പോലെ തലയുണ്ടാവില്ല. അതിന് ഞങ്ങൾക്ക് റൗഡികളുടെ ആവശ്യമൊന്നുമില്ല. നേരിട്ട് വന്ന് ചെയ്യും. ബാലരാമനാ പറയുന്നു. സംശയമാണോ പട്ടികളെ? നിക്കണവിടെ. നീ എന്താ പറഞ്ഞത്? നിന്റെ അനുജന്റെ മേലും മണ്ണ് നുള്ളിയിട്ട എന്റെ മക്കളുടെ കഴുത്തിൽ തല കാണില്ലെന്ന്. എന്നാ അവന്റെ മേലും മണ്ണല്ലടാ, മാല വീഴാൻ പോണത്, പൂമാല. അവൻ എന്തിനാ നടക്കണമെന്നറിയാമോ? അച്ഛനോട് വഴക്കിട്ട് വീട് വിട്ടത് എന്തിനാണെന്നറിയാമോ? എന്റെ പേരക്കുട്ടിയെ കല്യാണം കഴിക്കാൻ. ഇപ്പൊ നീ വന്നിങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി എനിക്ക് ഒന്നും നോക്കാനില്ലടാ. അവനെ കൊണ്ട് എന്റെ കുട്ടിയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിക്കും. സ്വന്തം മകന് 500 നടത്തി കൊടുക്കാത്ത കല്യാണം ഈ അച്ഛനൊന്നും നടത്തി കൊടുക്കടാ എന്ന് പറയണത് എന്റെ അച്ഛനോട്. പറ്റുകിൽ വന്ന് തടയാൻ പറയണത് എന്റെ അച്ഛനോട്. അമ്മ എന്ത് പ്രാർത്ഥന പറഞ്ഞത്? ആരോട് ചോദിച്ചിട്ടാ ആ തെണ്ടിക്ക് എന്റെ മോളെ പിടിച്ചു കൊടുക്കാൻ അമ്മ തീരുമാനിച്ചത്? അങ്ങനെ അമ്മ മാത്രം എല്ലാം തീരുമാനിച്ചാൽ മതി. പിന്നെ ഇവിടെ ഞങ്ങളൊക്കെ എന്തിനാ? എടാ, ഞാനിത് നടത്താൻ വേണ്ടിട്ട് പറഞ്ഞതാണെന്നാ നിന്റെയൊക്കെ വിചാരം?
നമ്മുടെ കുട്ടിയുടെ കല്യാണം നമ്മൾ നിശ്ചയിച്ച പോലെ തന്നെ നടത്തും. എങ്കിൽ പിന്നെ അവരോട് അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടത്? അതാണ് ഈ അച്ഛമ്മ. ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയിരുന്നേനെ. ഇനി നിങ്ങൾ നോക്കിക്കോ, ഇവൻ പോയി അവന്റെ കഥ കഴിച്ചോളൂ. അവനെ ജീവനോടെ കൊണ്ടുവരണോ ഒന്നും കൊണ്ടുവരണോ? അച്ഛൻ പറ, ഞാൻ അതുപോലെ ചെയ്തിരിക്കും.